കോഴിക്കോട് കാരന്തൂരിന് സമീപം ഉളിയാത്താഴത്ത് CPM പ്രാദേശിക നേതാവിന് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണമേറ്റു, മർദ്ദനമേറ്റു. അത് CPM ലോക്കൽ കമ്മിറ്റി അംഗം ഏറങ്ങാട്ട് വീട്ടിൽ സദാനന്ദനെയാണ് ഈ സംഘം മർദ്ദിച്ചത്. വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന പോലീസിനെ അറിയിച്ചതിനാണ് ആ മർദ്ദനമേറ്റത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ രാഹുൽ, എന്താണ് അവിടെ സംഭവിച്ചത്? വലിയ ലഹരി വിൽപ്പന കേന്ദ്രമായിരുന്നോ? അതാണോ അദ്ദേഹം പോലീസിനെ വിളിച്ചറിയിച്ചത്? വിജയകുമാർ, നമ്മൾ ഈ സംഭവ സ്ഥലത്താണ് ഉള്ളത്. ഒളായത്താഴത്ത് ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രദേശത്ത് ഒരു വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തുന്നത് ഈ പ്രദേശവാസി കൂടി ആയിട്ടുള്ള സദാനന്ദൻ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പരാതി നൽകിയില്ല, പക്ഷേ വാക്കാൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് പോലീസിനെ അറിയിച്ചു. അതിൽ പ്രകോപിതരായ ആ വീട്ടിലെ അംഗങ്ങളാണ് ഈ വീട്ടിലെത്തുകയും ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സദാനന്ദനെ മർദ്ദിക്കുകയും ഈ വീട് ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീടിൻ്റെ ചില്ലുൾപ്പെടെ തകർത്ത അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. ഇവിടെ ലഹരി കേന്ദ്രമായിട്ട് ഈ വീട് ഒരു ഹബ്ബാണ് എന്നുള്ള ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. എന്നാൽ ഇതുവരെ പോലീസിലാരും പരാതി നൽകിയിട്ടില്ല. ഞാൻ ഈ ആളുകൾ ഇങ്ങനെ പോലീസ് വന്ന് ഇടയ്ക്ക് റെയ്ഡ് ചെയ്യുന്നത് ഇവിടെ ഞാൻ കൊടുത്ത പരാതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും പറഞ്ഞ് മെന്നാന്ന് ഞാൻ പാർട്ടി ഓഫീസ് പൂട്ടി വരുന്നേരം എന്നെ ബൈക്കിൽ വെച്ച് തടഞ്ഞു നിർത്തി എന്നെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അന്ന് തന്നെ പോലീസിൽ അത് കംപ്ലൈൻറ്റ് കൊടുക്കുകയും പോലീസിൽ പരാതിപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇയാളെ അറിയപ്പെടുന്നത് ചെറുപ്പം മുതൽക്കേ കീരിദാസൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇയാൾ അനങ്ങിയാൽ ഇയാൾ വേറെ ഒന്നുമില്ല, കടിച്ച് പറിച്ചാളെ ചെയ്യുക. ഇന്നലെ എൻ്റെ ഏട്ടൻ്റെ മകനെ കടിച്ച് പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോലീസ് കൊടുത്ത പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 2:45-3 മണിയോട് കൂടിയിട്ട് ഇവരെല്ലാവരും വീട് കയറി വന്ന് പെട്ടെന്ന് ആക്രമിക്കുകയുണ്ടായത്.